ഞാൻ അങ്ങനെ കരുതാനോ? ഒരിക്കലുമില്ല. ഈ വശത്തേക്ക് വാ, എന്നിട്ട് നോക്ക് നീ. ചതിയാണിത്, ചതി. ഈ ദർഗ ഒരു പവിത്രമായ സ്ഥലമാണെന്ന് പറയുന്നു, എന്നിട്ടാണോ നിങ്ങൾ ഈ ചതി ചെയ്തത്? ഇത് അള്ളാഹുവിന്റെ സ്ഥലമാണ്. പാപികൾക്ക് പശ്ചാത്താപമുണ്ടാകുന്നത് വരെ അള്ളാഹു കാത്തിരിക്കില്ല. നിനക്ക് ക്ഷമ വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കൂ, യാചിക്കൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടുമില്ല, ആരോടും ക്ഷമ ചോദിക്കേണ്ട കാര്യവും എനിക്കില്ല. എങ്കിൽ നീ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളൂ. എനിക്ക് തടസ്സമായി നിൽക്കരുത്. നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം, എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. തീരുമാനമോ? എന്താണത്? എനിക്ക് ആദിശേഷനെയും നാഗറാണിയെയും വേണം. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും. കൊള്ളാലോ. എന്ത് വേണമെങ്കിലും തരുമോ? ചോദിച്ചോ. എന്താണ് തരുവാൻ നിന്റെ കയ്യിലുള്ളത്? അതെനിക്ക് തരൂ. തരാനുള്ളത് പേടിയാകുന്നുണ്ടോ? ഭയങ്കര പേടി. പേടിക്കുന്നത് എന്തിനാ? എങ്കിൽ പിന്നെ എനിക്ക് തരൂ. ശരി, അവരെ രണ്ടാളെയും കിട്ടാൻ വേണ്ടി എന്റെ എല്ലാ ശക്തികളും തരാൻ ഞാൻ തയ്യാറാണ്. 23 വർഷങ്ങൾ കൊണ്ട് എന്നെ ശല്യം ചെയ്യുന്നവരെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. നാഗറാണിയെ എനിക്ക് തരൂ. ആദിശേഷന്റെ യഥാർത്ഥ രൂപവും കാണിക്കേ. ശരി, വിളിക്കാദിശേഷനെ. ശരി, വിളിക്കാം. പക്ഷെ നമുക്ക് രണ്ടുപേർക്കുമിടയിൽ ഒരു തീരുമാനം ഉണ്ടാവണം. തീരുമാനോ? എന്താ അത്? ആദിശേഷനെ മനുഷ്യരൂപത്തിൽ വിളിക്കാം, നിനക്ക് കാണാം. 3 അവസരങ്ങൾ നിനക്ക് തരും. അതിനുള്ളിൽ നിനക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് അവരെ കാണുവാൻ കഴിയുകയില്ല. എന്തിനാണ് എനിക്ക് 3 അവസരങ്ങൾ? ഒരു തവണ കണ്ടാ മതി. വിളിക്കവനെ. നോക്കവിടെ ആദിശേഷൻ. നിങ്ങൾ വീണ്ടും എന്തോ വിദ്യ പ്രയോഗിച്ചു അല്ലേ? ഒരു കാരണവശാലും എനിക്ക് നിങ്ങളുടെ ദിഗ്ബന്ധനം മറികടക്കാനാവുന്നില്ല. പുറത്തുവാ. അതെ, നോക്ക്, ഞാൻ പുറത്തു തന്നെയാണ്. എനിക്ക് വാക്ക് തന്നിട്ട് നിങ്ങൾ തെറ്റിക്കുകയാണ്. എന്നോട് വഴക്കുണ്ടാക്കി സമയം കളയാൻ നിൽക്കണ്ട. ആദിശേഷനെ കാണുവാൻ ശ്രമിക്കുക. കഴിഞ്ഞില്ലെങ്കിൽ നാഗറാണിയെ കാണുവാൻ നോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലി. ഞാൻ നിനക്ക് തന്ന അവസരങ്ങളെല്ലാം കഴിഞ്ഞു. നിനക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്റെ ഗുരുക്കൾ നിങ്ങളെ വിശ്വസിച്ച എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കാണിച്ചില്ലേ? തവക്കൽ റഹ്മാൻ. ശരി, ഞാൻ തോൽവി സമ്മതിക്കുന്നു. എന്നെ നിങ്ങളുടെ ശിഷ്യനായി സ്വീകരിക്കാൻ പറ്റുമോ? ശിഷ്യനോ? ഇത്രയും നാൾ ത്രയംബകനെ ഗുരുക്കളായി ആരാധിച്ച വ്യക്തിയാണ് ഞാൻ. ഇപ്പോ നിങ്ങൾ എന്റെ കണ്ണു തുറപ്പിച്ചു. തിന്മകളൊക്കെ ഉപേക്ഷിച്ച് നല്ലവനായിട്ട് ഇനി നിങ്ങളെ ആരാധിക്കാം. നല്ല കാര്യമാണ്. അള്ളാഹു നിന്നോട് പൊറുക്കുമാറാകട്ടെ. നീ നല്ലവനാകാൻ പോകുന്നെന്നറിയുമ്പോൾ അള്ളാഹുവിന് ഒരുപാട് സന്തോഷമാകും.
അധികത തരാൻ തരാൻ. ഇത് കയ്യിലുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും നേരം എന്നെ കളിപ്പിച്ചത്? വേണ്ട. ഇതിപ്പോൾ തന്നെ ഞാൻ നശിപ്പിക്കും. വേണ്ട, വേണ്ടെന്ന്. വേണ്ട. ശക്തി ഉണ്ടെന്നുള്ള അഹങ്കാരത്തിൽ എന്നോട് നീ കളിക്കാൻ നോക്കിയല്ലേ? ഇപ്പോഴെന്റെ പ്രാണൻ പോയാലും കുഴപ്പമില്ല. ആദിശേഷനെയും നാഗറാണിയെയും ഒന്നും ചെയ്യാൻ കഴിയില്ല നിനക്ക്. നിന്റെ പ്രാണൻ പോകാനുള്ള സമയം എടുത്തിട്ടും അഹങ്കാരത്തിന് കുറവില്ല അല്ലേ? റഹ്മാൻ, വേണ്ട, അവരെ എങ്ങോട്ട് പറഞ്ഞു വിടരുത്. റഹ്മാൻ, ചേച്ചി അവളെ മക്കളെ. തനീഷ, ചെല്ലുമോളെ, കുറച്ച് വെള്ളം എടുത്തോണ്ടോ. ദമയന്തി, എന്തു പറ്റി മോളെ? ദമയന്തി, വെള്ളം കുടിക്കേ. ഇതാ വെള്ളം കുടി. മോം, എന്തു പറ്റി മോം? എന്തു പറ്റി മോളെ? തല ചുറ്റുന്ന പോലെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വീണേ, ചെല്ലുമോളെ, നന്ദീശനെ കൂട്ടിക്കൊണ്ടുവാ. എനിക്കും ഒരു ധൈര്യം വരുന്നില്ല. അവനുണ്ടെങ്കിൽ എനിക്കും ഒരു സമാധാനമായി. ചെല്ലുമോളെ. മോം, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? തൃശ്ശൂരിന്റെ ജീവനൊന്നും പോയിട്ടില്ലല്ലോ. പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവോ അവൻ? ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്നേ. ഇങ്ങനെ ഓരോന്നിരുന്ന് ആലോചിച്ച് കൂട്ടല്ലേ. എന്തോ എനിക്ക് ഒരു ധൈര്യവും തോന്നുന്നില്ല. അവനെ കാണുന്നത് വരെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. അല്ല, ഈ സമയത്ത് പുറത്തൊന്നും പോവാൻ പാടില്ലെന്ന് അവൻ അറിയാവുന്ന കാര്യമല്ലേ? അവൻ ഇങ്ങോട്ട് വരട്ടെ. വന്ന ഉടനെ നിങ്ങൾ അവനോട് 4 വാക്ക് സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ സംസാരിക്കും. ആദ്യം അവൻ വരട്ടെ. മുത്തശ്ശി, അങ്കിള് വീട്ടിലില്ല, വീട് പൂട്ടിയിട്ടിരിക്കുക. എന്റെ ഈശ്വര, നന്ദീശനും വീട്ടിലില്ലല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യുക? അമ്മ, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നേ? എന്തൊക്കെ പരീക്ഷണങ്ങളാ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൃശ്ശൂരിന് ശിവാനിക്കും എന്ത് പറ്റിയോ എന്തോ. അവര് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. ഒന്നും സംഭവിക്കില്ല മോളെ. അവരുടനെ തിരിച്ചു വരും. ഞാൻ എല്ലാ ദൈവങ്ങളോടും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കൊന്നും സംഭവിക്കില്ല. അവരെ രണ്ടുപേരെയും കാത്തോളണ ദൈവമേ. ഞാൻ ജീവിക്കുമെന്നുള്ള കാര്യം സംശയമാണ്. നിങ്ങൾ എപ്പോഴും ഒന്നായിരിക്കണം. നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ വേർപെടുത്താനാവില്ല. എന്റെ ശക്തി മുഴുവൻ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ആ മായാജാലത്തിന്റെ ശക്തി നിങ്ങളെ വീട് വരെ കൊണ്ടുപോകും. അവിടെ എത്തുമ്പോൾ നിങ്ങൾ സാധാരണ രൂപത്തിലാകും. അവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജീവനെ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. പോകൂ, പോയി രക്ഷപ്പെടൂ. പോകൂ വേഗം. നിൽക്കവിടെ, നിൽക്കവിടെ. നിൽക്ക്. അവരെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നോക്ക്, വെറുതെ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തണ്ട. എന്റെ വഴി തടയാൻ നോക്കണ്ട. എന്റെ പ്രാണൻ ത്യജിച്ചിട്ടായാലും ശരി, ഞാൻ അവരെ സംരക്ഷിക്കും. വേണ്ട വേണ്ടാന്ന് ഞാൻ വെക്കുമ്പോ താൻ സമ്മതിക്കില്ല അല്ലടോ. തന്നെ കൊന്നാലേ ശരിയാവും. ആദിശേഷന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി അവനെ കൊന്നുകളയാൻ വേണ്ടിയാണ് ഞാൻ സദാ ഈ ചൂർണം എന്റെ കൂടെ കൊണ്ടു നടക്കുന്നത്. ഇന്ന് ആ ദിവസം വന്നിരിക്കുന്നു. ഈ ചൂർണം കൊണ്ട് നിന്നെയും ഞാൻ കൊല്ലും, ആദിശേഷനെയും ഞാൻ കൊല്ലും. യാ അല്ലാഹ്.
ഇവന്റെ കഥ അവസാനിച്ചു. ഇനി ആ നാഗറാണിയുടെയും ആദിശേഷന്റെയും കഥ അവസാനിപ്പിക്കണം. ഞാൻ ഇവിടെ എങ്ങനെയാ വന്നത്? ആദിശേഷന്റെ പിന്നാലെ പോയതല്ലേ ഞാൻ. അവൻ ഏതോ മന്ദിരത്തിലേക്കല്ലേ പോയത്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതിനുശേഷം എന്താ ഉണ്ടായത്? ഞാൻ ജീവിക്കുമെന്നുള്ള കാര്യം സംശയമാണ്. നിങ്ങൾ എപ്പോഴും ഒന്നായിരിക്കണം. നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ വേർപെടുത്താനാവില്ല. എന്റെ ശക്തി മുഴുവൻ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ആ മായാജാലത്തിന്റെ ശക്തി നിങ്ങളെ വീട് വരെ കൊണ്ടുപോകും. അവിടെ എത്തുമ്പോൾ നിങ്ങൾ സാധാരണ രൂപത്തിലാകും. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജീവനെ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. എന്നുവെച്ചാ ഇവിടെ വരെ ഞാനും ആദിശേഷനും ഒരുമിച്ചായിരുന്നു ഉണ്ടായത്. ശത്രുക്കൾ നമ്മളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണവർ? എവിടെയാണ് എന്റെ ആദിശേഷൻ? അയ്യോ, അവൻ എന്തെങ്കിലും സംഭവിച്ചു കാണൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി അഥവാ അവൻ വീട്ടിലേക്ക് പോയി കാണുമോ? ആദ്യം വീട്ടിലേക്ക് പോയി നോക്കാം. ഞാൻ ഇവിടെ എങ്ങനെ വന്നു? അകത്ത് കിടക്കായിരുന്നല്ലോ ഞാൻ. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? അയ്യോ, ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ എവിടെയോ പുറത്തേക്ക് പോയെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങോട്ടേക്ക്? ഓ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും ഓർമ്മയും വരുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ അതെന്താണെന്നൊരു പിടിയില്ല. എന്തായിരിക്കും? ആരും എന്നെ പിടികൂടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്ന് അതാരാണെന്ന് മനസ്സിലാക്കണോ? അതോ ആദ്യം ആദിശേഷനെ അന്വേഷിച്ചു പോണോ? എന്താ ചെയ്യാ? ഒന്നും അറിയില്ലല്ലോ. ഇല്ല, ആദ്യം ആദിശേഷനെ തേടി കണ്ടെത്തുന്നതാണ് നല്ലത്. അവനെ കിട്ടിയാൽ ശത്രുക്കൾ ആരാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. വേണ്ട, ഈ രൂപത്തിൽ പോകുന്നത് ശരിയല്ല. ഇതിന് നാഗരൂപം തന്നെയാണ് ഉചിതം.
തൃശൂൽ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു മോനെ? എന്തിനാടാ ചോദിക്കാതെ പറയാതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? അതിന് മാത്രം എന്ത് സംഭവിച്ചു? നീ ഇത് എങ്ങോട്ടാ പോയത്? ഇവരെല്ലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും എവിടെയെങ്കിലും പോയിരുന്നോ? സംസാരിക്കടാ, എന്താ പറ്റിയത്? മുത്തശ്ശി, അത് ഞാൻ ഇവിടുന്ന് പോയിട്ട് എത്ര നേരമായി കാണും? എന്താടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, എപ്പോഴാ ഇവിടുന്ന് പോയെന്ന് പോലും നീ മറന്നുപോയോ? അത് ഇല്ല, ഓർമ്മയുണ്ട്. തൃശൂൽ, എന്താ നിന്റെ പെരുമാറ്റത്തിനൊക്കെ ഒരു വല്ലാത്ത മാറ്റം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? ഇല്ലമ്മേ, അത് പോയ സമയത്തെ ഞാൻ ടൈം നോക്കിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ, അത്രേ ഉള്ളൂ. ആഹാ. അല്ല, ശിവാനി എവിടെ? ശിവാനി സമയം മറന്നതുപോലെ നീ അവളെയും മറന്നുപോയിട്ടില്ലല്ലോ. ശിവാനി ഇവിടെ ഇല്ലേ? അവളിവിടെ പോയി. ത്രിവിക്രമന്റെ കൂടെ എങ്ങാനും പോയി കാണോ? അതോ അമ്പലത്തിലെങ്ങാനും? നിന്റെ കൂടെ ശിവാനി വന്നില്ലായിരുന്നോ? വന്നായിരുന്നോ? അത് എന്നിട്ട് ശിവാനി എവിടെ? നിങ്ങൾ ഒന്നിച്ചല്ലേ തിരിച്ചു വന്നത്? അല്ല, ശിവാനി നേരത്തെ വന്നിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ? എന്താ ഇത്? ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അകത്തേക്ക് എങ്ങാനും പോയോ? ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. അത് നിങ്ങൾ കണ്ടാലെങ്ങാനും വഴക്ക് പറയുമെന്ന് കരുതി ചിലപ്പോ പറയാതെ പോയതായിരിക്കും. ശരിയാ, വഴക്ക് പറയണമെന്ന് തന്നെയാ വിചാരിച്ചിരുന്നത്. നിങ്ങളെ കാണാതെ ഞങ്ങൾ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയോ? ശിവാനി എവിടെ? വിളിക്കും, എനിക്ക് അവളോട് സംസാരിക്കണം. അമ്മ, ഇനിയിപ്പോ രാവിലെ സംസാരിക്കാം. ഇപ്പൊ ചിലപ്പോ അവൾ ഉറങ്ങിക്കാണുന്നേ. ശിവാനി, ദമയന്തി, നിൽക്കവിടെ. ഒരു കുഴപ്പമില്ലാതെ ഇവര് തിരിച്ചെത്തിയില്ലേ? നമുക്കതുപോരെ. ഈ കാര്യം ഇവിടെ വെച്ച് നിർത്ത്. തൃശൂൽ, ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ കാണിച്ചാൽ. ഇല്ല മുത്തശ്ശി. ശരി, പോയി കിടന്നുറങ്ങിക്കോ. അമ്മയും മുത്തശ്ശിയും എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഇവിടെ എന്താ ഉണ്ടായത്? ഞാൻ എവിടേക്കാ പോയത്? ശിവാനി എവിടെ പോയി? റൂമിലുണ്ടായിരിക്കോ? സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താ ഇങ്ങനെ? നാഗറാണി എന്താ എന്റെ വീട്ടിലേക്ക് പോകുന്നത്? ഇതിലെന്തോ നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ.